ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ മലബാർ സ്പെഷ്യലായിട്ടുള്ള നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ മുട്ടയപ്പമാണ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് കറിയുടെ കൂടെയും കഴിക്കാം, അല്ലാതെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വളരെ കുറച്ച് മാത്രം ചേരുവകൾ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ മുട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് ജീരകശാല അരി കഴുകി രാത്രി കുതിർത്ത് വെച്ചിട്ട് രാവിലെ അതിലെ വെള്ളമൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പച്ചരി വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, പക്ഷേ കുറച്ച് കൂടുതൽ ടേസ്റ്റ് ജീരകശാല അരി വെച്ചിട്ട് ഉണ്ടാക്കുമ്പോഴാണ്. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ആദ്യം പകുതി അരി ഇട്ട് കൊടുക്കാം. ഞാനിത് 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. മുട്ടയപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1/2 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഉപ്പും 1 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. 1 ഏലക്കയുടെ തൊലി കളഞ്ഞിട്ട് അതിൻ്റെ സീഡും കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഇത് അരച്ചെടുക്കാം. ചെറിയൊരു തരിയോട് കൂടിയിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാൻ. ആദ്യം അരച്ചെടുത്തത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ളതും അരച്ചിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിതിലേക്ക് 2 മുട്ടയും 1/4 കപ്പ് വെള്ളവുമാണ് ആകെ ചേർത്തത്. ഒരുപാട് ലൂസാകാതെ വേണം നമ്മളിത് അരച്ചെടുക്കാൻ. ഇനി ഇത് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് 1 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു വശമായാൽ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ കളറാകുമ്പോൾ കോരിയെടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങി വരും. അപ്പോൾ ഒരു വശം വെന്തായാലും ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഗോൾഡൻ കളറായാൽ കോരിയെടുത്താലും മതി. ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള മുട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തു തന്നെ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക്